സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഉത്തരഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിൽ ദൈവദാസന്മാർക്കെതിരെയുള്ള ആരോപണങ്ങൾ, കേസുകൾ വർദ്ധിച്ചു വരുന്നു. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പാഠഭേദത്തിൽ ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകും. ഒന്ന്, ആർക്കെതിരെയാണോ ഈ കേസ് വന്നിരിക്കുന്നത് അവരെ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടാകും. എന്നാൽ അന്ധമായി അവരെ സപ്പോർട്ട് ചെയ്യുന്ന അനുഭവങ്ങളും ഉണ്ടാകും. ഇത് രണ്ടും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പല കേസിൻ്റെ മെറിറ്റ്സിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല. കാരണം കോടതിയും നീതിന്യായ വ്യവസ്ഥിതികളുമൊക്കെ ഇൻവോൾവായ വിഷയങ്ങളായതുകൊണ്ട് അതിൻ്റെ ശരി തെറ്റുകൾ, തെളിവുകളാണ് പ്രധാനം. തെളിവുകൾക്കനുസരിച്ച് മാത്രമാണ് കോടതികൾ വിധി പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ മെറിറ്റ്സ് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്നാൽ നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ, പല കേസുകളും ഫാബ്രിക്കേറ്റഡ് ആണ്, മാനിപ്പുലേറ്റഡ് ആണെന്ന് ഈ ദിവസങ്ങളിൽ വലിയ ഒരു എതിർ ആരോപണമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു പാഠഭേദം ചെയ്യുന്നത്. എല്ലാ ക്രിസ്തീയ ശുശ്രൂഷകന്മാർക്കും ഇതൊരു മുന്നറിയിപ്പാകട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഇത്തരം പല വീഡിയോകൾ നാം പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴൊക്കെ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ രണ്ട് വാക്കുകൾ പാഠഭേദത്തിലൂടെ ഞാൻ സംസാരിക്കാറുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്കറിയാമല്ലോ, പഞ്ചാബ് ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച്. പഞ്ചാബിൽ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ആദ്യം വാർത്ത കേട്ടത് പഞ്ചാബിൽ നടക്കുന്ന ഉണർവിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് കുറേ വീഡിയോകൾ നമ്മളും ചെയ്തിരുന്നു. എന്നാൽ പഞ്ചാബിലെ ഉണർവിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ അന്നും രേഖപ്പെടുത്തിയ ഒരു അഭിപ്രായ പ്രകടനം, പഞ്ചാബിലും അതുപോലെ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന മൊമെൻറ്റ്സ് അത് വളരെ ലേ ലീഡേഴ്സിലൂടെയാണ്. അവരിൽ പലർക്കും ദൈവവചനത്തിൻ്റെ വ്യക്തമായ അറിവുകളും അടിസ്ഥാനങ്ങളും ഇല്ലാത്തത് കൊണ്ട് അത് അങ്ങനെയുള്ള വളർച്ചകൾക്ക് എത്ര കാലം പിടിച്ചു നിൽക്കുവാൻ കഴിയും എന്നുള്ള അഭിപ്രായങ്ങൾ ഞാൻ മുൻപ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിത്ത് വിതയ്ക്കുവാൻ പോയ മനുഷ്യൻ്റെ ഉപമയിൽ യേശു കർത്താവ് പറയുന്നത് പോലെ, പാറമേൽ വിതയ്ക്കപ്പെട്ട വിത്തുകൾ വളർന്നു, പക്ഷേ വേര് പിടിക്കാത്തത് കൊണ്ട് സൂര്യൻ്റെ പ്രകാശം ചൂട് തട്ടിയപ്പോൾ അത് ഉണങ്ങിപ്പോകുവാനിടയായി തീർന്നു. വേര് പിടിക്കാതെ തഴച്ചു വളരുന്ന പല വളർച്ചകളും അത് വേഗത്തിൽ നശിച്ചു പോകുന്നതാണ്, ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതാണ്. പാറമേൽ പണിത വീട് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മളൊക്കെ മനസ്സിലാക്കണം. മണലിന്മേൽ പണിയുന്നത് എളുപ്പമാണ്, വർധനമുണ്ടാകും. പക്ഷേ ഇത്തരം കൊടുങ്കാറ്റുകൾ വരുമ്പോൾ അതിന് നിലനിൽപ്പിനുള്ള സാധ്യത കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പഞ്ചാബിൽ ഭജീന്ദർ സിംഗിനെതിരെ ഒരു കേസ് വന്നു, അതിൻ്റെ വിധി വന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിനെതിരെ പല കേസുകളും വന്നു. ഇപ്പോഴും ആളുകൾ കൺഫ്യൂഷനിലാണ്. ഇത് സത്യത്തിൽ യഥാർത്ഥമായൊരു കേസാണോ എന്നുള്ള ചോദ്യങ്ങൾ. കാരണം ഈ അടുത്ത സമയത്ത് പിന്നെയും പുതിയ വീഡിയോകൾ വരുന്നു. അതായത് ഈ ഭജീന്ദർ സിംഗിനെതിരെ കേസ് കൊടുത്ത പെൺകുട്ടിയുടെ അമ്മായിയപ്പൻ വന്നിട്ട് പറയുന്ന ചില വീഡിയോ, അതായത് അവരുടെ വീട്ടിലൊക്കെ ഒത്തിരി പ്രശ്നമുണ്ടാക്കുന്ന ടൈപ്പ് ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ കേസുകൾക്ക് വലിയ മെറിറ്റ് ഇല്ല എന്ന വിധത്തിൽ ഉള്ള ആരോപണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. സത്യത്തിൽ ജനം കൺഫ്യൂസ്ഡാണ്, നമ്മളൊക്കെ കൺഫ്യൂസ്ഡാണ്. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. എന്താണെങ്കിലും കുറ്റാരോപിതരായി അകത്ത് പോയിട്ടുള്ളവർ അവരുടെ വിശുദ്ധി, സംശുദ്ധി തെളിയിച്ച് പുറത്തു വരണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എല്ലാ ദൈവദാസന്മാരും ജോസഫിനെ പോലെ അവർ പുറത്തു വരണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അല്ല, അതോടൊപ്പം തന്നെ ഇവർ തെറ്റുകാരാണെങ്കിൽ മനസ്സിലാക്കണം, അങ്ങനെയുള്ള ബലഹീനതകളെയാണ് ശത്രു ഓരോ വ്യക്തിക്കെതിരെയും ഉപയോഗിക്കുന്നത്. അടിക്കാൻ വടി കൊടുത്തിട്ട് പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഓരോ ദൈവദാസന്മാരും, അത് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെയുള്ള ദൈവദാസന്മാർ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ നിശ്ചയമായിട്ടും പറയുന്നുണ്ട്. എന്നാൽ പറഞ്ഞു വരുന്നത്, ഈ പഞ്ചാബിൽ ഈ ഒരു പാസ്റ്റർക്കെതിരെ ആരോപണമുണ്ടായി, അത് ഏറെക്കുറെ വിജയിച്ചു കഴിഞ്ഞ ശേഷം അടുത്ത ഒരു കേസ് വളരെ ശക്തമായി പുറത്തു വന്നിരിക്കുകയാണ്. 2023 പഞ്ചാബിലെ ഗുരുദാസ്പൂർ എന്ന് പറയുന്ന ആ ജില്ലയിൽ ശുശ്രൂഷിക്കുന്ന
ജഷൻ ഗില്ല് എന്ന് പറയുന്ന മറ്റൊരു പാസ്റ്റർ. ഈ ഭജീന്ദർ സിംഗിൻ്റെ ചർച്ച പോലെ ഒരു വലിയ ചർച്ചല്ല അദ്ദേഹത്തിനെതിരെ ഇതിലും വലിയൊരു ആരോപണം ഉണ്ടായിരിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ അറ്റൻഡ് ചെയ്ത ഒരു സ്റ്റുഡൻ്റായിട്ടുള്ളൊരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. ഈ പാസ്റ്റർ അതിനകത്ത് കുറ്റക്കാരനാണെന്ന് ആരോപിക്കപ്പെടുന്നു. ആ പെൺകുട്ടി അബോർഷനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മരിക്കുവാനിടയായി തീർന്നു. 2023 FIR ഫയൽ ചെയ്തു. ഏതൊക്കെയോ കാരണത്താൽ അത് ഇങ്ങനെ ഒതുങ്ങിക്കിടന്ന കേസാണ്. പക്ഷേ ഇപ്പോൾ ഭജീന്ദർ സിംഗിൻ്റെ കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഏത് മാധ്യമങ്ങളാണോ ഭജീന്ദർ സിംഗിൻ്റെ കേസ് പുറത്തു കൊണ്ടുവരുവാൻ വലിയ ഉത്സാഹം കാണിച്ചത്, അതേ മാധ്യമങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ഗുരുദാസ്പൂർ പാസ്റ്റർ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്, വലിയ ചർച്ചകളാക്കിയിരിക്കുകയാണ്. ഇത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ബലഹീനതയുള്ള വിഷയങ്ങൾ ശത്രു അടിക്കാൻ വടിയായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറയുകയില്ല ഇതിനകത്തൊന്നും യാഥാർത്ഥ്യങ്ങളില്ല എന്ന്. കാരണം അവിടെ ഒരു പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നു. മരണത്തിൻ്റെ കാരണം അബോർഷനാണെന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നു. ഇനിയും അതിൻ്റെ വിശദാംശങ്ങൾ അത് പോലീസ് കണ്ടുപിടിക്കട്ടെ. പക്ഷേ അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അതിനകത്ത് ഈ പാസ്റ്റർ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതൊക്കെ തെളിവുകൾ നിശ്ചയമായിട്ടും ഈ പറഞ്ഞ ഡിഫൻസിൻ്റെ പക്ഷവും നന്നായിട്ട് തെളിവുകൾ ഹാജരാക്കണം. ഭജീന്ദർ സിംഗിൻ്റെ കേസിൽ അങ്ങനെ പ്രതിഭാഗം നന്നായിട്ട് തെളിവുകൾ ഹാജരാക്കിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചർച്ചകളിൽ കേൾക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവുകൾ അത് നന്നായിട്ട് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുവാൻ കഴിയണം. ഇല്ലായെങ്കിൽ അങ്ങനെയുള്ള കേസുകൾക്ക് വിധി വരും. അത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനിയും ഒത്തിരി ആളുകൾക്കെതിരെ ഇത്തരം കേസുകൾ ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട്. ചില കേസുകൾ യഥാർത്ഥമായിട്ടുള്ളതാകാം, എന്നാൽ അങ്ങനെ ഒന്നുമില്ലാതെ കെട്ടിച്ചമച്ച കേസുകൾ ധാരാളം നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്ത് വരുന്നതായിട്ട് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുവാനിടയായിത്തീരുന്നു. നമുക്കറിയാം, നമുക്ക് പരിചിതരാകുന്ന പല ദൈവദാസന്മാർക്കെതിരെയും കെട്ടിച്ചമച്ച കേസുകൾ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുണ്ട്. കെട്ടിച്ചമച്ച കേസുകളാണ് കോടതിയിൽ വരുന്നതെങ്കിൽ തെളിവുകളുടെ അഭാവത്താൽ കുറേ സമയത്തിന് ശേഷം അവർ പുറത്തു വരുവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. കാരണം കെട്ടിച്ചമച്ച കേസുകൾക്ക് തെളിവുകൾ കുറവായിരിക്കും. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു കേസ് മതപരിവർത്തന നിയമങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധത്തിലുള്ള കേസുകളാണ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ. അതിനാരെങ്കിലുമൊക്കെ കരുവാക്കി കേസ് കൊടുക്കുവാനിടയായിത്തീരുന്നു. ദുർഗപ്രസാദ് യാദവ് UPയിലെ ജോൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ കൂട്ടായ്മ സംഘടിപ്പിച്ച മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പാഠഭേദത്തിൽ ഇന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ദുർഗപ്രസാദ് യാദവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം ബോംബെയിൽ നിന്നുള്ള ഒരു മനുഷ്യനായിരുന്നു. ദുർഗപ്രസാദ് യാദവ് ബോംബെയിൽ ഞങ്ങളൊക്കെ താമസിക്കുന്നതിനടുത്ത് വസായി എന്ന് പറയുന്ന സ്ഥലത്ത് ആശ്രവാദ് പ്രാർത്ഥനാ കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു സെൻറ്റർ, ബ്രദർ സെബാസ്റ്റ്യൻ മാർട്ടിൻ എന്ന് പറയുന്ന ആളാണ് ആ കേന്ദ്രം നടത്തിക്കൊണ്ടിരുന്നത്. വ്യക്തിപരമായി എനിക്ക് പരിചയമുള്ള ഒരു ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾക്ക് പോയി അറ്റൻഡ് ചെയ്യുകയും താൻ അനുഭവിച്ച ക്രിസ്തീയ സന്തോഷം, യേശുവിൻ്റെ സ്പർശനം, രോഗസൗഖ്യം തന്നെ ഒരു യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാക്കി മാറ്റി. ഞാൻ ദുർഗപ്രസാദ് യാദവിനെ കുറിച്ചാണ് പറയുന്നത്. സെബാസ്റ്റ്യൻ മാർട്ടിൻ എന്ന് പറയുന്ന വസായി വെസ്റ്റിൽ ഭുയിഗാവ് അല്ലെങ്കിൽ ഭുയ് വില്ലേജ് എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തുന്ന ഒരു മീറ്റിംഗ്. ഭുയിഗാവ് കാത്തലിക് ഒരു ഡോമിനൻസ് ഉള്ള ഏരിയയാണ്. അതായത് ഗോവൻ ഈസ്റ്റ് ഇന്ത്യൻ കാത്തലിക്സാണ് അവിടെ കൂടുതൽ താമസിക്കുന്നത്. ഈ പറഞ്ഞ സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ ഓഫീസിൽ ഒരിക്കൽ അദ്ദേഹം എന്നെ വിളിച്ചു വരുത്തി ഞങ്ങളെ ചില മണിക്കൂറുകൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുവാനിടയായി തുടർന്നു. ഞാൻ അന്ന് അവിടെ പോകുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 6000 പേരോളം അറ്റൻഡ് ചെയ്യുന്ന ഒരു വലിയ മീറ്റിംഗ് ആയിരുന്നു സെബാസ്റ്റ്യൻ മാർട്ടിൻ നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കഥ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും വിരാറിലുള്ള ഒരു കോളേജിലെ പ്രൊഫസേഴ്സായിരുന്നു 2 പേരും. എന്നാൽ കാത്തലിക്സിൻ്റെ ഇടയിലുണ്ടായ കരസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ കരസ്മാറ്റിക് മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഒരു നിയോഗം ഈ സെബാസ്റ്റ്യൻ മാർട്ടിനുണ്ടായി. ജോലി റിസൈൻ ചെയ്തിട്ട് ഈ പറഞ്ഞ കരസ്മാറ്റിക് വിധത്തിലുള്ള കർത്തൃവേലയിൽ ഏർപ്പെടുക.
അങ്ങനെ അദ്ദേഹം ജോലിയൊക്കെ റിസൈൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും സ്റ്റാർട്ട് ചെയ്ത പ്രാർത്ഥനാ മീറ്റിംഗ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു മീറ്റിംഗാണ് ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്രം എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനാ സഭ. അതൊരു കരിസ്മാറ്റിക് മൊമെൻ്റായിട്ടാണ് മുമ്പോട്ട് പോയത്. ആദ്യകാലങ്ങളിൽ അദ്ദേഹം ചെയ്തിരുന്നത് ബോംബെയിൽ നിന്നുള്ള ആളുകളെ പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ബസ് പിടിച്ചും മറ്റു കൊണ്ടുവരിക. അതായത് ഒരു ഈ പറഞ്ഞ ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കുള്ള ഒരു ടൂർ ഓപ്പറേറ്ററെ പോലെ എല്ലാ മാസവും കുറേ ആളുകളെ സംഘടിപ്പിച്ച് ഡിവൈനിൽ കൊണ്ടുവരിക. അതിനെ തൻ്റെ ഒരു ശുശ്രൂഷയായി കണ്ടിരുന്നു. അങ്ങനെ ഡിവൈനുമായിട്ടൊരു കണക്ഷനൊക്കെ ഉണ്ടായി. അങ്ങനെ അദ്ദേഹവും ബോംബെയിലെ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പിന്നീട് ആളുകൾ വരുവാൻ തുടങ്ങി. അത് വളരെ വലിയൊരു സഭയായിട്ട് വളർന്നു. എന്നാൽ കാലക്രമേണ അദ്ദേഹം കാത്തലിക് ഫെയ്ത്തിനെതിരായിട്ട്, അതായത് പുണ്യവാളന്മാരോടുള്ള പ്രാർത്ഥന, കന്യാമറിയത്തോടുള്ള പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് അദ്ദേഹം മറ്റൊരു വിധത്തിൽ ഒരു ഇവാഞ്ചലിക്കൽ ടൈപ്പായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് ആ പ്രാർത്ഥന മാറി. അത് അദ്ദേഹവും ഈ പറഞ്ഞ കാത്തലിക് സഭയുമായിട്ടുള്ള ഒരു അകൽച്ചയ്ക്ക് കാരണമായി തീർന്നു. അദ്ദേഹം അങ്ങനെ കാത്തലിക് സഭ പുറത്തു വന്ന് ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രാർത്ഥനാ സഭ നടത്തുന്ന, അങ്ങനെ കേരളത്തിലുമുണ്ടല്ലോ ജോസാനത്താനം, ദേവസ്യ മുല്ലക്കര, ഇവരെ പോലെയൊക്കെ കാത്തലിക് കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൽ നിന്ന് പുറത്തു വന്ന അനേക ആളുകളുണ്ടല്ലോ. അവരെ പോലെ ബോംബെയിൽ പുറത്തു വന്ന ആളാണ് ഈ സെബാസ്റ്റ്യൻ മാർട്ടിൻ. അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മ ഒത്തിരി വളർന്നു. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹവുമായിട്ട് മണിക്കൂറുകൾ സംസാരിക്കുവാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മുടെ ഒരു കേരളത്തിലെ മലയാളികൾ മനസ്സിലാക്കിയിട്ടുള്ള വചനത്തിൻ്റെ ഡെപ്തൊക്കെ വെച്ച് നോക്കിയാൽ ഈ സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെയൊക്കെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പാഠങ്ങളായിരിക്കാം, ABCD ആയിരിക്കാം. പക്ഷേ അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരുന്നു. കാരണം മുംബൈ പട്ടണത്തിലുള്ള മുക്കാൽ ആളുകളും ആദ്യമായിട്ട് യേശുവിനെക്കുറിച്ച് അറിഞ്ഞതും യേശുവിൻ്റെ സ്പർശനം അനുഭവിച്ചതും ഈ സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ ആശീർവാദ പ്രാർത്ഥനാ കേന്ദ്രം എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്നാണ്. ഞങ്ങളുടെ ചർച്ചിൽ ഇന്ന് ആരാധിക്കുന്ന അനവധി നോർത്ത് ഇന്ത്യക്കാരായ ആളുകൾ ഒരിക്കലെങ്കിലും ഈ ആശീർവാദ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോയി പ്രേയറുകളിൽ അറ്റൻഡ് ചെയ്തവരാണ്. അതിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജിലാണ് നമ്മുടെ ചർച്ചിലേക്കൊക്കെ അവർ വന്നത്. അപ്പോൾ ഈ ദുർഗാപ്രസാദ് യാദവും ഇതുപോലെ ആശീർവാദ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോയാണ് യേശുവിനെക്കുറിച്ച് അറിഞ്ഞത്. അത് പറയുമ്പോൾ സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ ആശീർവാദ പ്രാർത്ഥനാ കേന്ദ്രം ഒത്തിരി വളർന്ന ശേഷം പെട്ടെന്ന് അദ്ദേഹത്തിനെതിരെ മീഡിയയിലൊക്കെ വലിയ ആരോപണങ്ങളായി, ചർച്ചകളായി. അദ്ദേഹം പറയുന്ന അന്യഭാഷയെ ട്രോള് ചെയ്ത് വൈറൽ വീഡിയോസ് ഉണ്ടാക്കി. അങ്ങനെ വലിയ വിവാദങ്ങൾ ആ പ്രസ്ഥാനത്തിനെതിരെ ഉണ്ടായി. ചുറ്റും നിന്ന് മീഡിയ ആക്രമിച്ചു എന്നുള്ളതാണ് സത്യം. ഈ സെബാസ്റ്റ്യൻ മാർട്ടിൻ കാത്തലിക് പ്രൊമിനൻസ് ഉള്ള ഒരു ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നടത്തുന്ന മീറ്റിംഗ്, അതിനെതിരെ ആക്ഷൻസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിയമപരമായ ആക്ഷൻസ് ഉണ്ടായി. അതിനുശേഷം ഈ മീഡിയയിലൊക്കെ ഈ വലിയ വാർത്ത വന്നതിൻ്റെ 2 മാസങ്ങൾക്ക് ശേഷം പിന്നീട് കാണുന്നത് വെളുപ്പിന് 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി, സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ ഡെഡ് ബോഡി അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിൽ നിന്ന് ലഭിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്നുള്ളത് ഇന്നും ദുരൂഹമാണ്. കാർഡിയാക് അറസ്റ്റെന്നോ മറ്റോ ഒക്കെ പറഞ്ഞായിരിക്കാം ഒരു പക്ഷേ മെഡിക്കൽ റിപ്പോർട്ട്സ് വന്നിരിക്കുന്നത്. അറിയില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. മനുഷ്യൻ്റെ കൈകൊണ്ടാണോ, അതോ സാത്താന്യ ശക്തികളുടെ കൈകൊണ്ടാണോ, അതോ ഈ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും ആക്രമണത്തിലാണോ, അതോ സ്വാഭാവിക മരണമാണോ, ഒന്നും അറിയില്ല. പക്ഷെ ദുരൂഹമായ മരണമാണ്. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കിട്ടി. ആ പ്രസ്ഥാനം ചിന്നിച്ചിതറിപ്പോയി. 6000 പേരോളം അറ്റൻഡ് ചെയ്യുന്ന ആ പ്രസ്ഥാനം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായിട്ടിരുന്ന ആളുകൾ പല സ്ഥലങ്ങളിലായി ചെറിയ മീറ്റിങ്ങുകൾ അവർ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ ആശീർവാദ പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെ ഒരു ഭാവി ആയിത്തീർന്നത്. അപ്പോൾ അതേ സ്ഥലത്ത് നിന്ന് ഈ ദുർഗാപ്രസാദ് യാദവ് യേശുവിനെ അറിവാനിടയായി തീർന്നു. ദുർഗാപ്രസാദ് യാദവ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക്, അതായത് ജോൺപൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ UP ആ ഒരു സ്ഥലത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ UP ഗ്രാമത്തിലേക്ക് ബോംബെയിൽ നിന്ന് അവധിക്ക് പോയതാണ്. അവധിക്ക് പോയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലെ സർപ്പഞ്ച്, പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും, ഈ ഗ്രാമത്തിലെ സർപ്പഞ്ചിൻ്റെ ഭാര്യ
തളർവാദം പിടിച്ച് തളർന്നു കിടക്കുന്നുവെന്ന് കേട്ടപ്പോൾ ആ വീട്ടിൽ പോയി യേശുവിനെക്കുറിച്ച് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചു. ഈ സ്ത്രീ അവരുടെ രോഗത്തിൽ നിന്ന് സൗഖ്യമായി എഴുന്നേറ്റു. അതൊരു വലിയ സംഭവമായി. ഈ സർപ്പഞ്ചിൻ്റെ കുടുംബം മുഴുവൻ യേശുവിനെ വിശ്വസിച്ചു. ദുർഗാപ്രസാദ് യാദവിൻ്റെ അടുക്കൽ ആ ഗ്രാമക്കാരൊക്കെ പ്രാർത്ഥിക്കാൻ വരുവാൻ തുടങ്ങി. അവധിക്ക് ബോംബെയിൽ നിന്ന് ജോൺപൂരിലേക്ക് പോയ ദുർഗാപ്രസാദ് യാദവിന് പിന്നെ തിരിച്ചു വരാൻ സമയം കിട്ടിയില്ല. അതുപോലെ ആൾക്കൂട്ടം അവിടെ ഉണ്ടായി. ജോൺപൂർ ദേശം മുഴുവൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുവാൻ തുടങ്ങി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 5000-ലധികം ആളുകൾ കൂടുന്ന ഒരു പ്രാർത്ഥനാ സഭ ജോൺപൂരിലുണ്ടായി. ഇത് ദുർഗാപ്രസാദ് യാദവിൻ്റെ കഥയാണ്. ഇന്ന് അദ്ദേഹം ബ്രദർ ദുർഗാപ്രസാദ് യാദവ് എന്നോ പാസ്റ്റർ ദുർഗാപ്രസാദ് യാദവ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ മനുഷ്യന് ഈ ആശീർവാദ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോയി കിട്ടിയ അറിവല്ലാതെ, യേശുവിനെക്കുറിച്ച് വചനത്തെക്കുറിച്ച് അല്ലാതെ അതിലപ്പുറമായിട്ടൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. നമുക്കറിയാം ആശീർവാദ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ എങ്ങനെയാണോ മീറ്റിംഗ് നടത്തുന്നത് അതുപോലെയാണ് അദ്ദേഹം അവിടെ മീറ്റിംഗ് നടത്തിയത്. എല്ലാം ഇവിടെ കണ്ടു പഠിച്ചത് അവിടെ ചെയ്തു എന്ന് പറയാം. പ്രത്യേകിച്ചും ആശീർവാദ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ അവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ, അവിടുത്തെ ടീം, ഈ പാസ്റ്ററുടെ ടീം, അവരെല്ലാം വൈറ്റൊക്കെ ഇടുന്നത്, പ്രത്യേകിച്ചും സഹോദരിമാർ വൈറ്റൊക്കെ ഇട്ട്, ഫുൾ കൈ വൈറ്റൊക്കെ ഇട്ട്, പിന്നെ തലയിൽ വൈറ്റ് സ്കാർഫൊക്കെ കെട്ടി. ഒരു കേരള കൾച്ചറിൻ്റെ ഒരു ബന്ധമുണ്ട്. കാരണം പോട്ടയിൽ നിന്നാണ് ഈ പറഞ്ഞ സെബാസ്റ്റ്യൻ മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഒപ്പിയെടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അത് വന്നിട്ട് ഇവിടെ ജോൺപൂരിൽ ദുർഗാപ്രസാദ് യാദവ് ആരംഭിക്കുമ്പോൾ ഈ സെബാസ്റ്റ്യൻ മാർട്ടിനിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് മീറ്റിങ്സാണ് അദ്ദേഹം സംഘടിപ്പിച്ചത്. ഇനി ഞാൻ പറയാമല്ലോ, വചനത്തിൽ വലിയ അറിവുകളൊന്നുമില്ല. പിന്നെ ഈ ദുർഗാപ്രസാദ് യാദവ് അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിന് വളർന്നു കഴിഞ്ഞപ്പോൾ തനിയെ പഠിക്കുന്ന, സെൽഫ് സ്റ്റഡിയായി പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് വരുന്നൊരു പ്രശ്നം, ഒത്തിരി അബദ്ധങ്ങൾ വരും. കാരണം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയും അതിരുകളും എന്താണെന്ന് അറിയാതെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് അടിസ്ഥാനമില്ലാതാണ് പണിയുന്നത്, പാറമേലല്ല പണിയുന്നത്. ഇവിടെ ആ ഒരു പ്രശ്നമുണ്ടാകുന്നത്. എന്താണെങ്കിലും ജോൺപൂരിലെ മീറ്റിംഗ് വളരെ വളർന്നു കഴിഞ്ഞപ്പോൾ പല കണ്ണുകളും അദ്ദേഹത്തിൻ്റെ മേൽ പതിച്ചു. പ്രത്യേകിച്ചും ഈ അടുത്ത സമയത്ത് യു പിയിലുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരു കാരണമായി തീർന്നു. അദ്ദേഹം അറസ്റ്റിലായി. അദ്ദേഹത്തിനെതിരെ 4-5 കേസ് അദ്ദേഹത്തിനെതിരെ വന്നു. അതായത് എല്ലാം ഈ പറഞ്ഞ പോലെ പണം കൊടുത്ത് മതപരിവർത്തനം നടത്തുന്നു. സത്യത്തിൽ ഇതൊരു വ്യാജമായ കാര്യമാണ്. കാരണം പണം കൊടുത്ത് മതപരിവർത്തനം നടത്തുന്നതെന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് കൊടുക്കുന്നത്? 40,000-50,000 രൂപ കൊടുത്താൽ ആരെങ്കിലും അവരുടെ ദൈവത്തെ ഉപേക്ഷിക്കുമോ? ഇത് വെറുതെ വ്യാജമായിട്ടുണ്ടാക്കുന്ന കേസാണെന്ന് കേസ് കൊടുക്കും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് വെറുതെ ഹറാസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. തെളിവുകൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ കൊണ്ട് പറയിക്കും, എനിക്ക് കാശ് തന്നെന്ന് പറയിക്കും. ഇതൊരു വലിയ ട്രാപ്പാണ്. മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കേസുകൾ അത് കോടതിയിൽ നിലനിൽക്കത്തില്ല. കാരണം അവസാനം കുറേ നാൾ ഈ വ്യക്തിയെ പിടിച്ച് അകത്തിടുകയോ അല്ലെങ്കിൽ ഒരു 7-8 വർഷം കേസിൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് കുറേ പൈസ ചിലവാക്കി ആകെപ്പാടെ മിനിസ്ട്രിക്കും സമയമില്ല, ഒന്നിനും സമയമില്ലാതെ ആകെപ്പാടെ ബുദ്ധിമുട്ടായി കഴിയുമ്പോൾ പിന്നെ അവസാനം കോടതി വെറുതെ വിടും. ഈ കേസ് കൊടുക്കുന്നവർക്കും വേണ്ടത് ഇതാണ്. അവർക്ക് ഇദ്ദേഹത്തെ വിധിച്ച് അകത്തിടണമെന്നൊന്നുമില്ല. ഇദ്ദേഹത്തെ കുറേ നാൾ ബുദ്ധിമുട്ടിക്കുക, ഇദ്ദേഹത്തെ കുറേ നാൾ കോടതി കയറ്റുക. അങ്ങനെ 4-5 കേസുകൾ അദ്ദേഹത്തിന് വന്നു. ഏതാനും മാസങ്ങൾ അദ്ദേഹം ജയിലിൽ കിടന്നു. ഈ ദുർഗാപ്രസാദ് യാദവ് അദ്ദേഹത്തിൻ്റെ ജോൺപൂരിലെ ആ ഒരു സ്ഥാപനം ഗവൺമെൻറ് പൊളിച്ചു മാറ്റി. 6000-ഓളം വരുന്ന വിശ്വാസികൾ, നല്ല വിശ്വാസികളെ കേട്ടോ, ആ വിശ്വാസികൾ വഴിയിലായി. പക്ഷേ അതിൽ നല്ലൊരു പങ്കാളുകളും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ വീടുകളിലൊക്കെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒട്ടുമുക്കാൽ ആളുകളും കർത്താവിനെ ഒന്നും കൈവിട്ടില്ല. ചെറിയ അറിവിൽ നിന്നാണെങ്കിലും അവർ യേശുവിനെ പിൻപറ്റുന്നു. ജോൺപൂരിൽ ആ ഗ്രാമത്തിലുള്ള ഒരു കുടുംബം ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ ആരാധനയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ വന്ന ശേഷം അവർ ദൈവവചനം ഒത്തിരി പഠിച്ചു, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ജോൺപൂരിലാണ് പക്ഷേ അവർക്ക് ആ വചനത്തിൻ്റെ വിത്തുകൾ വീണ് കിട്ടിയത്. എന്താണെങ്കിലും 4-5 കേസ് അദ്ദേഹത്തിനെതിരെ വന്നു. അദ്ദേഹം ജയിലിൽ ഒക്കെ കടന്നു. പക്ഷേ ഒരു നല്ല ഗുണമുണ്ടായി. കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അങ്ങനെ ജാമ്യം കൊടുത്ത് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ച ആളുകൾക്ക് വലിയ മാനസിക സങ്കടം. കാരണം ഇദ്ദേഹം പുറത്തു വന്നല്ലോ, ജാമ്യം കിട്ടിയില്ലോ. ജാമ്യം കിട്ടരുതെന്ന് അവർ ആഗ്രഹിച്ചത്. 4-5 കേസുണ്ടായിട്ടും കോടതി നീതി ന്യായം നോക്കി, കോടതി ന്യായമായ ഒരു ഇന്ത്യൻ പൗരന് കിട്ടേണ്ട അവകാശങ്ങൾ നോക്കി ജാമ്യം കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, തെളിവുകളുടെ അഭാവം ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഈ കേസുകളൊക്കെ കെട്ടിപ്പടുത്ത കേസുകളായതുകൊണ്ട്, മതപരിവർത്തന കേസുകളൊക്കെ കെട്ടിപ്പടുത്ത കേസുകളായതുകൊണ്ട് അത് നിലനിൽക്കുന്നതല്ല. എന്നാൽ
എന്താ ചെയ്തതെന്നറിയാമോ? ഈ പറഞ്ഞ ദുർഗാപ്രസാദ് യാദവിനെതിരെ അടുത്തതായിട്ട് ഒരു പുതിയ കേസ് വന്നു. വളരെ ഫാബ്രിക്കേറ്റഡ് കേസാണ്. ആ കേസ് അദ്ദേഹം ഒരു സ്ത്രീയെ, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ പറഞ്ഞ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ ഒഴിവാക്കി നിർത്തുന്ന ഒരു സംവിധാനമാണല്ലോ ഉള്ളത്. അപ്രകാരമുള്ള സമൂഹത്തിലുള്ള ഒരു സ്ത്രീയെ അദ്ദേഹം ബലാത്കാരം ചെയ്തെന്ന് മാത്രമല്ല ജാതി പേര് വിളിച്ചെന്നുള്ള പേരിൽ ഒരു വ്യാജ കേസ് കൊടുത്തു. അപ്പോൾ ബാക്കി 4 കേസുകളിലും അദ്ദേഹം പുറത്തു വന്നപ്പോഴാണ് ഈ അടുത്ത കേസ് വരുന്നത്, 5ാമത്തെ കേസ് വരുന്നത്. ഏത്? ഒരു സ്ത്രീ വന്നിട്ട് ആരോപിക്കുകയാണ് ഇദ്ദേഹം എന്നോട് മോശമായിട്ട് ഇടപെട്ടു. ഇങ്ങനെയുള്ള കേസുകളിലെ പ്രശ്നം നമുക്കിതിനകത്ത് ശബ്ദിക്കാൻ പറ്റുകയില്ല, നമുക്ക് ഇതിൻ്റെ മെറിറ്റ്സിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുകയില്ല. എന്താണെങ്കിലും ഈ 5ാമത്തെ കേസിൽ ദുർഗാപ്രസാദ് യാദവ് പിന്നെയും ജയിലിൽ പോയി. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, പല കേസുകളും ഒരാളുടെ മേൽ കൊടുക്കുന്നു, അതൊക്കെ പരാജയപ്പെടുമ്പോൾ ഊരിപ്പോരാൻ പറ്റാത്ത ഒരു കേസുകൂടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സിസ്റ്റം പല സ്ഥലങ്ങളിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നു. ആർക്കെതിരെ വേണമെങ്കിലും ഇങ്ങനെയുള്ള കേസുകൾ വരാം, ആർക്കെതിരെ വേണമെങ്കിലും ഇങ്ങനെയുള്ള കേസുകൾ വരാം. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ദേവദാസന്മാർ, ശുശ്രൂഷ ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ഇത് നമ്മുടെ ഇടയിൽ ഭയം വിതയ്ക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കി അപ്രകാരം നാം നിൽക്കുവാനിടയായിത്തീരണം. ഒന്നാമത് ചെയ്യേണ്ടത്, ഓരോരുത്തൻ പണിയുന്നത് എങ്ങനെയെന്ന് അവൻ നോക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞത്. ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇടുന്നു. ക്രിസ്തു എന്ന അടിസ്ഥാനം വിട്ട് മറ്റൊരു അടിസ്ഥാനം ഇടുവാൻ പാടില്ല. ഓരോരുത്തരും, ഓരോ സംഘടനകളും, ഓരോ പാസ്റ്റേഴ്സും പണിയുന്നത് കെയർഫുള്ളായിട്ട് ഇരിക്കണം. അവനവൻ എക്സാമിൻ ചെയ്യണം. മരം, പുല്ല്, വൈക്കോൽ വെച്ച് പണിതാൽ നിലനിൽക്കത്തില്ല. അവൻ്റെ ജീവിതത്തിൽ പ്രതിഫലവും കിട്ടുകയില്ല, ഇവിടെ പണിതത് നിലനിൽക്കുകയുമില്ല. അതുകൊണ്ട് പണിയുന്നവർ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനങ്ങളിട്ട് പണിയണം. വചനം നന്നായി പഠിച്ചു പണിയണം. വചനത്തെക്കുറിച്ച് നല്ല അറിവുള്ളവരുടെ സഹായം സഭയ്ക്കകത്തുണ്ടാകണം. ഒറ്റയാൾ മിഷൻസിൻ്റെ പ്രശ്നം, അതിൻ്റെ പ്രശ്നം ആ വ്യക്തി പറയുന്നതാണ് അവിടുത്തെ ഫൈനൽ ഡോക്ട്രിൻ. ആ അവസ്ഥകൾ മാറിയിട്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ച് ഫങ്ഷൻ ചെയ്യുന്നത് ഒറ്റയാൾ മിഷനായിട്ടല്ല, ടീമായിട്ടാണ്. അവിടെ അപ്പോസ്തലന്മാരുണ്ട്, അവിടെ പ്രവാചകന്മാരുണ്ട്, അവിടെ ടീച്ചേഴ്സുണ്ട്, അവിടെ പാസ്റ്റേഴ്സുണ്ട്, അങ്ങനെ പ്രോഫറ്റ്സ് ഉണ്ട്. അങ്ങനെ 5-fold മിനിസ്ട്രി പുതിയ നിയമത്തിൽ പറയുന്നെങ്കിൽ ഒരേ ചർച്ചിൽ തന്നെ പാസ്റ്റേഴ്സും ടീച്ചേഴ്സും പ്രോഫറ്റ്സും ഒക്കെ ഉണ്ടാകണം. ഒരു ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ നല്ല ടീച്ചേഴ്സ് എല്ലാ സഭകളിലും ഉണ്ടാകണം. അതാ ചർച്ചിന് നേതൃത്വം കൊടുക്കുന്ന XYZ എന്ന് പറയുന്ന വ്യക്തി ആകില്ല. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരു കരസ്മാറ്റിക് ലീഡർഷിപ്പോ ഒരു കോളോ ഒരു കൃപയോ ഒക്കെ കാണാം. ആളുകളെ ഗ്യാദർ ചെയ്യാനുള്ള ഒരു ശുശ്രൂഷ അദ്ദേഹത്തിന് കാണാം. അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ശുശ്രൂഷ നടക്കട്ടെ. ബാക്കി ചെയ്യുവാൻ സഭയ്ക്കകത്ത് നല്ല സ്ട്രോങ് ടീച്ചേഴ്സ് ഉണ്ടാകണം. ഇത് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്, സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യത എല്ലാ ദൈവദാസന്മാർക്കും ഉണ്ടാകണം. ദ്രവ്യാഗ്രഹമാണ് എല്ലാ പാപത്തിൻ്റെയും മൂലകാരണം, റൂട്ട് കോസ് എന്നുള്ളത് തിമോത്തിയോസിനോട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു. അതുകൊണ്ട് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ ഇവ വിട്ടോടണമെന്ന് പറയുന്നു. ദ്രവ്യാഗ്രഹം ഏത് മനുഷ്യൻ്റെ മനസ്സിൽ കയറിയാലും, ഏത് ദൈവദാസൻ്റെ മനസ്സിൽ കയറിയാലും, ദൈവദാസനും മനുഷ്യനാണ്, ആ ദ്രവ്യാഗ്രഹം അവനെ പല പാപത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ പണമിടപാടുകളിൽ എല്ലാ ദൈവദാസന്മാരും സുതാര്യത പാലിക്കണം. പണമുണ്ടാക്കാനുള്ള ഒരു തരത്തിലുള്ള കറക്കം കമ്പനിയിലും ഒരു പാസ്റ്ററും പോയി പെടരുത്. നമുക്കറിയാമല്ലോ, നമ്മുടെ പല പാസ്റ്റർമാർ പരാജയപ്പെട്ടത് അവർ വസ്തുക്കച്ചവടത്തിനിറങ്ങും, അവർ മറ്റെന്തെങ്കിലുമൊക്കെ ഏജൻസ് ആകും, വിദേശത്തെ ആളുകളെ അയക്കാൻ വേണ്ടി പണം ആളുകളിൽ നിന്ന് കൈപ്പറ്റും. ആരോ വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഒരു 10 വിസ ഉണ്ട് കേട്ടോ പാസ്റ്റർ, ഒരു 10 പേരെ സംഘടിപ്പിച്ച. ഇദ്ദേഹത്തിന് ഉത്സാഹമായി, കമ്മീഷൻ കിട്ടുമെന്ന് പറഞ്ഞ് 10 പേരെ സംഘടിപ്പിച്ചു. മറ്റോൻ തട്ടിപ്പുകാരനായിരുന്നു. ആരാ കുടുങ്ങിയത്? ഈ പാസ്റ്റർ. വസ്തുക്കച്ചവടം. പിന്നെ ഇങ്ങനെ എത്രയോ തട്ടിപ്പ് കേസുകളിൽ ഈ ദേവദാസൻ പോയി പെടുന്നു. ഒരിക്കലും ദൈവദാസന്മാർ ഇങ്ങനെയുള്ള വ്യാപാരങ്ങളിൽ പെടുവാൻ പാടില്ല. അത് അവർക്ക് ദോഷം വരുത്തും. ദേവദാസന്മാർ കൈകൊണ്ട് അധ്വാനിക്കരുതെന്നോ ജോലി ചെയ്യരുതെന്നോ ബിസിനസ് ചെയ്യരുതെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ചെയ്യുന്ന ബിസിനസ് വളരെ കറക്റ്റായിരിക്കണം, വളരെ സുതാര്യമായിരിക്കണം, വ്യക്തതയുള്ളതായിരിക്കണം. കറക്കം കമ്പനികളിൽ പോയി ചാടരുത്. പ്രത്യേകിച്ചും
മൾട്ടി ലെവൽ മാർക്കറ്റിങ്, ക്രിപ്റ്റോ കറൻസി, ഇങ്ങനെയുള്ള പോൺസി സ്കീമുകളിലൊന്നും ദൈവദാസന്മാർ പോയി പെടരുത്. നാളെ അവർ അപമാനിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. വൈൽഡ് ക്യാറ്റ് സ്കീംസ് എന്ന് കേട്ടിട്ടില്ലേ? വൈൽഡ് ക്യാറ്റ് സ്കീംസ് കാട്ടുപൂച്ചയെ പിടിക്കാനുള്ള സ്കീമാണ് കേട്ടോ. ഇങ്ങനെ പല, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ വെള്ളിമുങ്ങായും ഇരുതലമൂരിയും ഒക്കെ പിടിച്ച്, അല്ലെങ്കിൽ പിന്നെ നക്ഷത്ര ആമ, ഇതിനെയൊക്കെ പിടിച്ചിട്ട് രഹസ്യമായിട്ട് കടത്തിയാൽ ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് ചാടിയിറങ്ങുന്ന പാർട്ടികളുണ്ട്. ഇങ്ങനെയുള്ള സ്കീമിലൊന്നും ദൈവദാസന്മാർ പോയി പെടുവാൻ ഒരിക്കലും പാടില്ല. അത് വലിയ ദോഷത്തിന് കാരണമായിത്തീരും. അപ്പോൾ നാം മനസ്സിലാക്കണം, ദ്രവ്യാഗ്രഹപരമാകുന്ന ഒരു ആഗ്രഹവും ഹൃദയത്തിൽ വരരുത്. പണം നമ്മെ അടിമയാക്കുകയില്ല. പണത്തെ നമ്മുടെ കാൽക്കീഴിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിൻ്റെ പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞു തരാം. പണത്തിൻ്റെ പുറകെ ഓടിയാൽ പണം നമ്മെ നശിപ്പിക്കും. പണത്തെ അടിമയാക്കി അതിനെ വെറുത്ത് ജീവിച്ചാൽ നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ ദൈവം നടത്തിത്തരാൻ വിശ്വസ്തനാണ്. ഇത് എൻ്റെ ജീവിതാനുഭവമാണ്. ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ 2006 ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി എടുത്ത തീരുമാനം, കടം വാങ്ങത്തില്ല, മനുഷ്യനോട് ചോദിക്കത്തില്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഞാൻ ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ച് സ്റ്റാർട്ട് ചെയ്ത ദൈവദാസനാണ്. പക്ഷേ ആദ്യ ദിവസം മുതൽ ഞങ്ങൾ വെച്ച ഒരു പ്രത്യേക തീരുമാനം, അതായത് സഭയുടെ വരവ് ചിലവ് കാര്യങ്ങൾ, അത് CA ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഫേമിനെ കൊണ്ട് ഞങ്ങൾ ഓഡിറ്റ് ചെയ്യിക്കുന്നു. ഞങ്ങളുടെ ട്രസ്റ്റ്, അതിനകത്ത് 3 സിഗ്നേറ്ററീസ് ഉണ്ട്. അവരുടെ സിഗ്നേച്ചർ ഇല്ലാതെ ഒരു പൈസ പോലും ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുവാൻ പറ്റുകയില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സഭയുടെ സാലറീഡ് പേഴ്സണായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സഭയിൽ കോടിക്കണക്കിന് രൂപ വന്നാലും ഒരു പൈസ പോലും എനിക്ക് കൂടുതൽ കിട്ടുകയില്ല. ഒരു നോമിനൽ സാലറി എന്ന് പറയുമ്പോൾ ബോംബെയിലെ ലിവിങ് സ്റ്റാൻഡേർഡ് വെച്ച് മറ്റു സഭകളിലെ പാസ്റ്റേഴ്സിന് കിട്ടുന്ന സപ്പോർട്ട് പോലെ ഇല്ല എന്ന് പറയാം. ഒരു ചെറിയ നോമിനൽ സാലറി എല്ലാ മാസവും എനിക്ക് മറ്റുള്ളവരുടെ സിഗ്നേച്ചർ കൂടെ ഇട്ട് സഭയിൽ നിന്ന് കിട്ടുന്നു. ഇതാണ് ഞാൻ വെച്ച ഒരു പോളിസി. കാരണം നാളെ ഒരിക്കൽ ഹാർവസ്റ്റ് ഇൻലാൻഡ് മിഷൻ തുടങ്ങി ഫിന്നി പാസ്റ്റർ പണക്കാരനായി എന്ന് ആരും പറയാൻ പാടില്ല. ഞങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഞങ്ങൾക്ക് വീട് തന്നു, വാഹനം തന്നു. അത് ഇന്നും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ ഇവൻ സുവിശേഷം വിറ്റ് പണക്കാരനായെന്ന് ആരും പറയാൻ ഇടവരാത്ത ഒരു തീരുമാനം ജീവിതത്തിലെടുത്തു. ഇങ്ങനെ കുറേ തീരുമാനങ്ങളുണ്ട്, 1-2 മാത്രം ഞാൻ പറഞ്ഞു. അതുപോലെ ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്, ഞങ്ങളുടെ ചർച്ചിൻ്റെ വീടുകൾ ഞങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ആ വീടുകളിൽ നിന്ന് ഞങ്ങൾ പണം കൈപ്പറ്റത്തില്ല, സ്തോത്രകാഴ്ച വാങ്ങത്തില്ല. പലപ്പോഴും പാസ്റ്റർമാർ ഒരു വീട് വിസിറ്റ് ചെയ്താൽ അവരെന്തെങ്കിലും സ്തോത്രകാഴ്ച കൊടുക്കും, അത് വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു വീട് വിസിറ്റ് ചെയ്യുമ്പോഴും, അല്ല ഒരു കോട്ടേജ് മീറ്റിംഗ് നടക്കുന്നു, ഒരു പ്രെയർ സെല്ല് നടക്കുന്നു, ആ മീറ്റിങ്ങിൽ ഞങ്ങൾ പോകുമ്പോൾ ആ വീട്ടുകാർ തരുന്ന സ്തോത്രകാഴ്ച ഞങ്ങൾ സ്വീകരിക്കത്തില്ല. ഞങ്ങളുടെ ചർച്ചിലുള്ള എല്ലാ ഫാമിലിക്കും ഇതറിയാം. ഇത് ഞാൻ തുറന്നു പറയുന്നത് ഞങ്ങളുടെ ചർച്ചിലുള്ള ആളുകൾക്ക് ഇത് അറിയാവുന്നത് കൊണ്ടാണ്, അവരതിൻ്റെ സാക്ഷികളായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ തീരുമാനമെടുത്തത്? ഞങ്ങൾ തീരുമാനമെടുക്കാൻ കാരണം, ഒരു പക്ഷേ നമ്മൾ ഒരു വീട്ടിൽ പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ ആ വീട്ടുകാരുടെ സാമ്പത്തിക പരിസ്ഥിതി മോശമായിരിക്കാം. പാസ്റ്റർ വന്നു, അദ്ദേഹത്തെ ബ്ലെസ് ചെയ്യണം, എന്തെങ്കിലും കയ്യിൽ കൊടുക്കണം, ഒന്നുമില്ല എന്നുള്ള സങ്കടം അവർക്കുണ്ടാകും. അവർക്ക് പാസ്റ്റർ വന്നതിൻ്റെ സന്തോഷമുള്ളപ്പോൾ തന്നെ അവരുടെ മനസ്സിൻ്റെ അകത്ത് പാസ്റ്ററെ സഹായിക്കുവാൻ, സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ എന്ന വേദന, അതൊരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങളെടുത്ത തീരുമാനമാണ് ഞങ്ങളുടെ സഭയുടെ ഏത് വീട് വിസിറ്റ് ചെയ്താലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങത്തില്ല, അവർ തന്നാലും വാങ്ങത്തില്ല. കാരണം ഞങ്ങൾ ചെന്നത് അവർക്ക് സന്തോഷമായി തീരണം, അവരുടെ ബുദ്ധിമുട്ടുകൾ നിമിത്തം അവർക്ക് സങ്കടമുണ്ടാകാൻ പാടില്ല. കുറേ തീരുമാനങ്ങൾ എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ്, ഒരു കാരണവശാലും നാം സപ്പോർട്ട് സ്വീകരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത വ്യക്തികളുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കരുത്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും പാലിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു വീട്ടിൽ പുതുതായി ചെല്ലുന്നു, അവിശ്വാസിയായ ഒരു വീട്, ആ വീട്ടുകാർക്ക് ഒരുപക്ഷെ തോന്നലുണ്ടാകാം എന്തെങ്കിലും ഇദ്ദേഹത്തിന് കൊടുക്കണം, വാങ്ങരുത്. കാരണം ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർക്കാണ്
കർത്താവിൻ്റെ വേലയെ സപ്പോർട്ട് ചെയ്യുവാനുള്ള ഒരു ഉത്തരവാദിത്വമുള്ളത് അവരാണ് അത് ചെയ്യേണ്ടത്. ഇങ്ങനെ പല കാര്യങ്ങളും ഈ കൊടുക്കൽ വാങ്ങൽ വിഷയങ്ങളിൽ, സാമ്പത്തിക വിഷയങ്ങളിൽ നമുക്കൊക്കെ പാലിക്കുവാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചില മേഖലകളിൽ കൃത്യതയോടുകൂടെ നിന്നാൽ നമുക്കൊന്നിനും മുട്ടുവരത്തില്ല. ദൈവം നമ്മെ നടത്തും. ഞങ്ങൾ കണ്ട ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിൻ്റെ സീക്രട്ട് എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ദ്രവ്യാഗ്രഹമില്ലാതെ പണത്തെ സൈഡിലേക്ക് മാറ്റി നിർത്തി ഉള്ളതുകൊണ്ട് തൃപ്തിയോടുകൂടി ജീവിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ലഭിക്കും. ഞാൻ ഇത് പറഞ്ഞെന്നറിയാമോ? ദേവദാസന്മാരെ, നിങ്ങൾ വിശ്വാസത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ പണത്തിൻ്റെ പുറകെ ഓടേണ്ട ആവശ്യം വരികയില്ല. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ നൽകി നടത്താൻ വിശ്വസ്തനാണ്. 2006 മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ് നൂലെ കെട്ടി ഇറക്കി തരുമെന്ന് പറയില്ലേ? ഇതുപോലെയുള്ള അനുഭവങ്ങൾ 100 കണക്കിന് ഞങ്ങൾ അനുഭവിച്ചു. ദൈവത്തിൻ്റെ പ്രൊവിഷൻ. ഒരു മനുഷ്യനോട് പോലും ചോദിക്കുവാനോ പറയാനോ, ഒരാളോട് പോലും സ്പോൺസർഷിപ്പ് ആവശ്യപ്പെടുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ സമീപിച്ചവരെയൊക്കെ സ്നേഹത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മൂന്നാമത് പറയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, കുടുംബജീവിതത്തിൽ വളരെ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. കുടുംബ ബന്ധം ആഴത്തിലുള്ളവരായിരിക്കണം. പലപ്പോഴും പാസ്റ്റേഴ്സ് ഫാമിലിയിൽ പറ്റുന്ന ഒരു പ്രശ്നം, പാസ്റ്റർമാർ ശുശ്രൂഷയിൽ തിരക്കാകുന്നു, അവർക്ക് അവരുടെ കുടുംബത്തെ നോക്കുവാൻ സമയം കിട്ടുന്നില്ല. ഇത് വലിയ ഒരു പ്രശ്നമാണ്. ഫാമിലി ഫസ്റ്റ് എന്നൊരു പോളിസി നിങ്ങൾക്കുണ്ടാകണം. മിനിസ്ട്രി ഫസ്റ്റ് അല്ല. മിനിസ്ട്രി ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഓടിയവരൊക്കെ കുടുംബത്തിൽ തകരുകയും മനുഷ്യൻ്റെ മുമ്പിൽ അപഹാസ്യമായി തീരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബം ഫസ്റ്റ്. ദൈവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെയാണ്, അല്ലാതെ മിനിസ്ട്രിയല്ല. മിനിസ്ട്രിക്ക് 3ാം സ്ഥാനം മാത്രം കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കുടുംബം 1ാം സ്ഥാനം കൊടുക്കുക. പലപ്പോഴും പിശാച് ചെയ്യുന്ന വലിയ ഒരു പ്രവൃത്തി, ദൈവദാസന്മാരുടെ കുടുംബത്തിനകത്ത് വേണ്ട സന്തോഷമില്ലാതാക്കി തീർക്കും. അവർ തമ്മിൽ വേണ്ട വ്യക്തിബന്ധം, അവർ ഒന്നിച്ച് സന്തോഷിക്കേണ്ട അനുഭവങ്ങൾ ഇല്ലാതാക്കി തീർക്കും. അത് ഒരു പാസ്റ്റർ, ഫോർ എക്സാമ്പിൾ ഒരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സപ്പോർട്ട്, സ്നേഹം അദ്ദേഹത്തിന് കിട്ടാതെ വരുമ്പോൾ അദ്ദേഹം ഫ്രസ്ട്രേറ്റഡായി മാറും. ആ ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുമ്പോൾ പിശാച് ഒത്തിരി ചിന്തയിടും. അതിലൊക്കെ പോയി ഈ മനുഷ്യൻ വീഴാൻ സാധ്യതയുണ്ട്. കാരണം ഈ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനാണ്. എത്ര വലിയ സ്പിരിച്വൽ ജയൻ്റ് ആണെങ്കിലും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. വളരെ മുതിർന്ന ഒരു ദൈവദാസനുമായി ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം, അത് വളരെ സത്യമാണെന്ന് എനിക്ക് തോന്നി. പല ദൈവദാസന്മാരുടെ കുടുംബത്തിലും അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ കാരണം അവർ പരസ്പരം സമയം നൽകാത്തതും സ്നേഹിക്കാത്തതും കെയർ ചെയ്യാത്തതും കൊണ്ടാണ്. ഒന്നിൽ ഭാര്യ വേണ്ട കെയർ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് വേണ്ട സമയം കൊടുക്കുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ഭാര്യയെക്കാട്ടിലും സൗന്ദര്യമുള്ള ഒത്തിരി പേർ നിങ്ങളുടെ ചർച്ചിലുണ്ടാകാം. റാൽഫ് മഹോണി എന്ന് പറയുന്ന ദൈവദാസൻ ഇങ്ങനെയാണ് എഴുതിയത്: ഒരുപക്ഷെ നിങ്ങളുടെ അസോസിയേറ്റ് പാസ്റ്ററുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യയെക്കാൾ സൗന്ദര്യവും കഴിവും ടാലൻറ്റഡുമായിരിക്കാം. അസോസിയേറ്റ് പാസ്റ്റർ ഭാര്യ വർഷിപ്പ് ടീമിലുണ്ട്, അടിച്ച് തകർത്ത് പാടുന്നു, പ്രസംഗിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ചിന്ത, അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് കഴിവൊന്നുമില്ല, അവൾ ശാന്തയായിട്ട് ഒരു സൈഡിലിരിക്കുന്നു, എനിക്ക് ഇവളെ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊരു ചിന്ത പിശാച് ഹൃദയത്തിലിടുമ്പോൾ റാൽഫ് മഹോണി എന്ന് പറയുന്ന ദൈവദാസൻ എഴുതുകയാണ്, നിങ്ങൾ പിശാചിൻ്റെ കയ്യിലേക്ക് പതിയെ പതിയെ വീഴുന്നു. ഇത് പോരാ കേട്ടോ. പലപ്പോഴും ശുശ്രൂഷയിൽ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പാണ് കല്യാണം കഴിച്ചത്. ശുശ്രൂഷയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകുന്നു, ശുശ്രൂഷയ്ക്ക് എൻ്റെ ഭാര്യ പോരാ. അപ്പോൾ പിന്നെന്താ ചിന്ത, ഇതിലും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ. ഇന്നത്തെ ഒരു ട്രെൻഡ് അതാ കേട്ടോ. ഇന്ന് പാസ്റ്റർ സോ ആൻഡ് സോ, അതിൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്ന ഭാര്യയും പാസ്റ്ററാണ്. അതൊക്കെ തെറ്റായ പ്രവണതകളാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇന്ന് രണ്ടുപേരും കൂടെ ഒന്നിച്ച് ശുശ്രൂഷിക്കണം, അപ്പോൾ ഭാര്യ എന്നെക്കാട്ടിലും മിടുക്കിയായിരിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത. റാൽഫ് മഹോണി പറഞ്ഞു, ഇവിടെ നിങ്ങൾ തെറ്റുകയാണ്. നിങ്ങളുടെ ടീമിലുള്ള പെൺകുട്ടികൾ നിങ്ങളുടെ ഭാര്യയെക്കാട്ടിൽ എത്രയും സമർത്ഥരാകട്ടെ, നിങ്ങളുടെ ഭാര്യയ്ക്കുള്ള സ്ഥാനം അവർക്കാർക്കുമില്ല. ഇങ്ങനെയുള്ള സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് എല്ലാ ദേവദാസന്മാരും പാലിക്കണം. പ്രത്യേകിച്ചും വളരുന്ന സഭകളുടെ കർത്താവ് നിങ്ങളെ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചർച്ച തുടങ്ങുവാൻ ദേശത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസ്തനായിരിക്കുക. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, മരിക്കുന്നതാണ് എനിക്കതിലും നല്ലത്, എൻ്റെ പ്രശംസ നഷ്ടപ്പെടുത്തുന്നതിലും എന്ന് പറഞ്ഞാൽ
ക്രിസ്തുവിനോടുള്ള ബന്ധം, ദൈവജനത്തോടുള്ള കൂറ്, വിശുദ്ധി, വേർപാട്, ഇങ്ങനെയുള്ള വിഷയത്തിൽ എൻ്റെ പ്രശംസ നഷ്ടപ്പെടുന്നതിലും മരിക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന് ഉറച്ച തീരുമാനമുള്ള ദൈവദാസന്മാരായി നിങ്ങൾ നിൽക്കണം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഭാര്യയായ സഹോദരിയുമായി നിങ്ങൾ യാത്ര ചെയ്യുക. നിങ്ങളൊരു വീട് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാര്യയും കൊണ്ട് വിസിറ്റ് ചെയ്യുക. പ്രത്യേകിച്ചും സ്ത്രീകളുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. നിങ്ങളുടെ ഭാര്യ അറിയാത്ത ഒരു രഹസ്യവും നിങ്ങൾക്കുണ്ടാകരുത്. ഇങ്ങനെ കുറേ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ജീവിതത്തിൽ വെക്കുകയാണെങ്കിൽ വിരോധിക്ക്, അപവാദിക്ക് നിങ്ങളെക്കുറിച്ച് കളവായിട്ട് പോലും ഒന്നും പറവാൻ കിട്ടുകയില്ല. ശ്രദ്ധിക്കണമേ, നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള ദേവദാസന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ അറിയാത്ത ആളുകളുടെ വീടുകളൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് വിസിറ്റ് ചെയ്യരുത്. കാരണം എന്താ ട്രാപ്പ് എന്നുള്ളത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷയിൽ വളരെ കെയർഫുള്ളായിരിക്കണം, വളരെ കെയർഫുള്ളായിരിക്കണം. ഒരുപക്ഷെ ഒരു വ്യക്തി നിങ്ങളെ ഫോൺ ചെയ്തിട്ട് സങ്കടങ്ങൾ പറയുന്നു, പരിമിതികളുണ്ട്. നിങ്ങളുടെ ഭാര്യയുടെ പ്രസൻസിൽ മാത്രം സംസാരിക്കുക. വ്യക്തിപരമായി എവിടെയെങ്കിലും വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്തും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രസൻസും സഭയിലുള്ള മറ്റൊരാളെയും കൂടെ കൊണ്ടുപോകുന്നത് നല്ലതാണ്. വളരെ സുതാര്യതയോടുകൂടെ ജീവിക്കുക. കാരണം ടൈറ്റസിന് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ വിരോധി നമ്മെക്കുറിച്ച് കളവായിട്ട് പോലും ഒന്നും പറവാൻ അവസരം കൊടുക്കരുത്. വിരോധി കളവ് പറയും, കള്ളക്കേസുകളുണ്ടാകും. ദുർഗാപ്രസാദ് യാദവിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ എത്രയോ പേരാണ് ഇന്ന് ഇങ്ങനെയുള്ള കള്ളക്കേസുകളിൽ പെട്ടുകിടക്കുന്നത്. അവരൊക്കെ കോടതിയുടെ മുമ്പിൽ തെളിവില്ലാത്തത് കൊണ്ട് നാളെ പുറത്തു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം നീതിന്യായ വ്യവസ്ഥിതിയുടെ ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയാൽ ജോസഫിനെ പോലെ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്താണെങ്കിലും നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ ശുഭകരമല്ല. നമ്മളെല്ലാവരും ഈ സാഹചര്യങ്ങളിൽ വളരെ ഉറപ്പും ധൈര്യമുള്ളവരായി ജീവിക്കണം. നേരിടേണ്ടുന്ന പ്രശ്നങ്ങളെ പ്രാർത്ഥനയുടെ ബലത്താൽ, ആത്മിക കരുത്താൽ, നല്ല അടിസ്ഥാനമിട്ട് പണിത് പാറമേൽ പണിത മനുഷ്യനെ പോലെ സ്ട്രോങ് ആയിട്ട് നേരിടണം. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മെ നീതീകരിക്കുന്ന, ദൈവം നമ്മെ ഓണർ ചെയ്യുന്ന ഒരു ദിവസമുണ്ടാകും. പക്ഷേ നമ്മൾ തന്നെ വടി കൊടുത്ത് അടി വാങ്ങരുത്. ഇത്രയും മാത്രം പറഞ്ഞ് ഈ പാഠഭേദം നിർത്തുകയാണ്. എനിക്കറിയാം ഈ പാഠഭേദം അല്പം നീണ്ടുപോയി, വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണ്. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.